കൊള്ളാലോ മോനെ നന്ദു, ഇഷ്ടം തുറന്നു പറയാൻ പറ്റിയ ക്യാപ്ഷൻ. ഞാൻ വന്നതൊന്നും അറിയാതെ ആ കണ്ണിൽ തന്നെ ലോക്കായി പോയ നന്ദു എൻ്റെ ഡയലോഗ് കേട്ട് ചമ്മിയൊരു ചിരി ചിരിച്ചു. ഓ, എന്തൊക്കെയായിരുന്നു. പ്രേമിക്കില്ല, പഠിക്കണം, അന്തരം. അവനെ കളിയാക്കാൻ കിട്ടിയ സന്ദർഭം ഞാൻ മാക്സിമം മുതലാക്കി. എല്ലാം കേട്ടിട്ടും കള്ളക്കാമുകനൊന്നും പറയുന്നില്ല. അല്ല, എന്താ മോൻ്റെ പ്ലാന്? നാളെ അവരുടെ എക്സാം തീരും, പിന്നെ കുറെ നാൾ കഴിഞ്ഞേ കാണാൻ പറ്റൂ. നാളെ തന്നെ പറയണം. ഓഹോ, എന്നെ അറിയിക്കാതെ അത്രയൊക്കെ തീരുമാനിച്ചോ? പോടാ, നിന്നെ അറിയിക്കാതെ ചെയ്യുമോ? എന്തോ അവളെ അങ്ങ് വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നില്ല. ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ പെണ്ണിൻ്റെ ആ കൊല്ലുന്നൊരു നോട്ടമുണ്ട്. പരിഭവവും ദേഷ്യവും സ്നേഹവും എല്ലാം ആ കണ്ണിലപ്പോൾ കാണാൻ പറ്റൂ. അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുന്നില്ലടാ. എന്തായാലും എനിക്ക് സന്തോഷമായിടാ. നിനക്ക് ചേരുന്ന പെണ്ണാണ്. പിന്നെ അവളുടെ വീട്ടുകാരെ കുറിച്ചൊന്നും തൽക്കാലം നീ ചിന്തിക്കേണ്ട. നിനക്ക് നല്ലൊരു ജോലിയായി കഴിയുമ്പോൾ എല്ലാം ശരിയാകും. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ ഇത് പറയണം. രാവിലെ വേണ്ടടാ, എക്സാം കഴിയട്ടെ. പിന്നെ ഇത് ഞാൻ അവൾക്ക് കൊടുക്കാൻ വേണ്ടി വരച്ചതല്ല. ഇതിവിടെ ഇരിക്കട്ടെ. ഇതുപോലെ ഇനിയും കുറെ വരയ്ക്കണം. എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കാം. അപ്പോൾ പെണ്ണൊന്ന് ഞെട്ടും. ആ, അങ്ങനെ നിനക്കും സെറ്റായി. സച്ചി പിന്നെ കോഴിത്തരം കാണിച്ച് നടക്കുന്നത് കൊണ്ട് അവനും സമയം പോകും. പാവം ഞാൻ ഇനി എത്ര നാൾ ഒറ്റത്തടിയായിട്ട് നിൽക്കുമോ എന്തോ. നമുക്ക് ആ കൊച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് തപ്പിയാലോ? ഏത് കൊച്ചിൻ്റെ? മറ്റേ സ്കൂൾ കുട്ടി. ഒന്ന് പോടാ, അതൊരു കൊച്ചുകുട്ടിയല്ലേ. അവളുടെ പ്രവൃത്തിയിൽ ഒരു കൗതുകം തോന്നിയെന്നേ ഉള്ളൂ, അല്ലാതെ. കൊച്ചുകുട്ടിയോ? കൂടിപ്പോയ നമ്മളുമായിട്ട് 5 വയസ്സിന്റെ വ്യത്യാസം കാണും. നമ്മുടെ ഡിഗ്രിയും PGയും കഴിഞ്ഞ് ജോലിയാകുമ്പോഴേക്കും അവൾക്ക് കല്യാണപ്രായമാകും. ഒരു 30 വയസ്സ് വരെ നീ വെയിറ്റ് ചെയ്ത അപ്പോഴേക്കും അവൾക്കൊരു ജോലിയാകും. പിന്നെന്താ പ്രശ്നം? എൻ്റെ നന്ദു, ഈ കുറഞ്ഞ സമയം കൊണ്ട് നീ ഞങ്ങൾക്ക് 2 പേർക്കും ജോലി വരെയൊക്കെ സംഘടിപ്പിച്ചല്ലോ. പൊന്നു മോനെ, നീ അമ്പലത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ വാവ്. അവൻ്റെ ഒരു കല്യാണാലോചന. നന്ദു വഴിപാട് കൗണ്ടറിൽ നിൽക്കുന്ന സമയം ഞാൻ അമ്പലത്തിലേക്ക് കയറിയിരുന്നു. കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആരോ എന്നെ തള്ളി മാറ്റിക്കൊണ്ട് മുന്നിലേക്ക് കയറി നിന്നു. ദേഷ്യപ്പെട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ ശ്രീകോവിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് കണ്ടത്. മുഖം വ്യക്തമല്ല, എങ്കിലും ആ നീണ്ട വിരലുകൾ താമരമുട്ട് പോലെ പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ദേഷ്യം എങ്ങോട്ടോ പോയി. പെട്ടെന്നാണ് ആരെയോ അന്വേഷിച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾ ചുറ്റും തിരിഞ്ഞത്. അപ്പോഴാണ് ആ മുഖം ഞാൻ കാണുന്നത്. ഞാൻ വഴിയരിയിൽ കാണാറുള്ള ആ സ്കൂൾ കുട്ടി. അവളെ കണ്ടുമുട്ടുന്നത് ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. തിരുമേനി അവൾക്ക് പ്രസാദം എടുത്തുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഇവിടുത്തെ സ്ഥിരം കക്ഷിയാണ്. എന്നിട്ട് ഞാനിതുവരെ കണ്ടില്ലല്ലോ. സംസാരത്തിൽ നിന്നൊരു കാര്യം വ്യക്തമായി. ഇന്ന് അവളുടെ പിറന്നാളാണ്. മനസ്സുകൊണ്ട് 1000 വിഷസ് ഞാൻ പറഞ്ഞു. നന്ദു വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. അവൻ എന്നെ കുലുക്കി വിളിച്ചപ്പോഴാണ് ഞാൻ സ്വബോധത്തിലേക്ക് വന്നത്. എന്നെ നോക്കി കെണിച്ചോണ്ട് നിൽക്കുക അവൻ. കൊച്ചു കുട്ടികളെ ഇങ്ങനെ നോക്കല്ല ജിത്തു. നീ അവസരം മുതലെടുക്കുവാണല്ലേ? അതെല്ലോ. അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ വീട്ടിൽ പോകുന്നു. നാളെ ഉച്ചയാകുമ്പോഴേക്കും കോളേജിലെത്തുന്നു. നീ ശിഖയെ കണ്ട് സംസാരിക്കുന്നു. അതൊക്കെ ഞാൻ ചോദിച്ചത് ഇപ്പൊ പോയ കുട്ടിയുടെ കാര്യമാ. അതിന് ഇനിയും സമയമുണ്ടല്ലോ. അവൾ എനിക്ക് വിധിച്ചതാണെങ്കിൽ ദൈവം തന്നെ ഇനിയും അവളെ എൻ്റെ മുന്നിൽ എത്തിക്കും. പിറ്റേന്ന് ഉച്ചയ്ക്ക് 2:30 ആയപ്പോൾ ഞങ്ങൾ കോളേജിലെത്തി. സച്ചി അവൻ്റെ അമ്മയുടെ വീട്ടിലായതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും അവൻ അറിഞ്ഞില്ല. 3 മണിക്ക് എക്സാം തീരും. ബുക്സ് റിട്ടേൺ ചെയ്യാനുണ്ടെന്ന് അവൾ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവളെയും കാത്ത് ഞങ്ങൾ ലൈബ്രറിയിൽ തന്നെ ഇരുന്നു. ഓരോ മിനിറ്റും നന്ദു തള്ളി നീക്കുന്നത് പോലെ തോന്നി. 3 മണിക്ക് ബെല്ലടിച്ചതും നന്ദു ഒന്ന് ഞെട്ടി. ഇതെല്ലാം കണ്ട് എനിക്ക് ചിരി വന്നത്. ഡാ, നമുക്ക് പോയാലോ? എവിടേക്ക്? ഞാൻ അവളോട് പിന്നെ എപ്പോഴെങ്കിലും സംസാരിച്ചോളാം. എൻ്റെ നന്ദു, ഒരു പെണ്ണായ അവൾ പോലും എത്ര ബോൾഡായിട്ടാണ് നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. നാണമില്ലല്ലോ നിനക്ക് ഇങ്ങനെ വിറയ്ക്കാൻ. പിന്നെ അവൻ ഒന്നും മിണ്ടിയില്ല. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്തിരുന്നു. എക്സാം ഹാളിൽ നിന്ന് ഭൂരിഭാഗം പേരും ഇറങ്ങി. എന്നിട്ടും അവളെ കണ്ടില്ല. ക്ഷമ കെട്ട് ഞങ്ങൾ ക്ലാസ്സിലുണ്ടായിരുന്ന ടീച്ചറിനോട് അന്വേഷിച്ചു. മാം, ഷിക. ആ കുട്ടി പോയല്ലോ. പോയോ? എപ്പോ? ഞങ്ങൾ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഷികയാണ് ആദ്യം എക്സാം എഴുതി തീർത്തത്. അപ്പോൾ തന്നെ പോവുകയും ചെയ്തു. പോയിട്ടിപ്പോൾ 1 മണിക്കൂറായെന്ന് തോന്നുന്നു. ലൈബ്രറിയിൽ തിരക്കിയപ്പോൾ ശരിയാണ്, അവൾ 2:15 ബുക്ക് റിട്ടേൺ ചെയ്തേക്കുന്നു. വെറുതെ അവളെയും കാത്തിരുന്ന് സമയം കളഞ്ഞു. നന്ദുവിനാകെ വിഷമമായി. പക്ഷെ ഇത്രയും നേരമായിട്ടും അവൾ ഞങ്ങളെ ഒന്ന് വിളിച്ചില്ലല്ലോ. അങ്ങോട്ട് വിളിച്ചപ്പോൾ ഫോൺ ഓഫാണ്. അതോടെ എനിക്കും ടെൻഷനായി. അവളുടെ ഹോസ്റ്റലിൽ അന്വേഷിച്ചപ്പോൾ അവൾ എത്തിയിട്ടില്ലെന്നും കൂടി അറിഞ്ഞതോടെ ഞങ്ങൾ പരക്കം പായാൻ തുടങ്ങി. എവിടെ പോയി അന്വേഷിക്കും? ഞങ്ങളുടെ കൂടെയല്ലാതെ അവൾ ഒറ്റയ്ക്കെങ്ങും പോയിട്ടില്ല. വേറെ കൂട്ടുകാരുമില്ല. അവൾക്കൊരാപത്തും സംഭവിക്കില്ലെന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു. ജിത്തു, എനിക്ക് പേടിയാകുന്നു. അവൾ എവിടെ പോയടാ? നന്ദു ആകെ തളർന്നു എന്നെനിക്ക് മനസ്സിലായി.
എങ്ങോട്ടൊന്നില്ലാതെ ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എതിർവശത്തു നിന്നും മീര വരുന്നത് കണ്ടത്. സച്ചിയെ അടികൊണ്ടത് ഇവൾ കാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളാരും അവളോട് മിണ്ടിയിട്ട് പോലുമില്ല. ശ്രദ്ധിക്കാതെ പോകാൻ തിരിഞ്ഞപ്പോഴാണ് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൈ കാണിച്ച് വണ്ടി നിർത്തിപ്പിച്ചത്. ഹായ്, നിങ്ങളുടെ എക്സാം എല്ലാം കഴിഞ്ഞല്ലേ? മൂന്നാമൻ എവിടെ? അന്നത്തെ ആ സംഭവത്തിന് ശേഷം പിന്നെ എൻ്റെ മുന്നിൽ വന്നിട്ടില്ലല്ലോ. അന്ന് അടികൊണ്ടതിനു ശേഷം കിരണിനെയും ആഷിക്കിനെയും ഞങ്ങളും കണ്ടില്ല. അതിനവളുടെ വാ അടഞ്ഞുപോയി. മനുഷ്യനിവിടെ കൂടെ ഉള്ള ഒന്നിനെ കാണാത്ത ടെൻഷനിലിരിക്കുമ്പോഴാണ് ഓരോന്ന് പറഞ്ഞു വന്നേക്കുന്നത്. പോകാനായി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മീര മുന്നിൽ കയറി നിന്നു. അവരുടെ ബാച്ചിലായി പോയത് കൊണ്ടാണോ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം? ഞങ്ങൾക്ക് ആരോട് ദേഷ്യമൊന്നുമില്ല. ഒന്ന് മാറി തരുമോ? ഞങ്ങൾക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. നന്ദു ആണത് പറഞ്ഞത്. അവന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകും ഷികയെക്കുറിച്ചുള്ള വേവലാതി. എന്തു പറ്റി? രണ്ടുപേരും വല്ലാതെ ടെൻഷനാണല്ലോ. മീര പ്ലീസ്, ഞങ്ങൾക്ക് പോണം. നീ ഒന്ന് മാറ്. എന്തു പറ്റി ശിവ? ഷികയെ കാണുന്നില്ല. ഞങ്ങൾ അവളെ അന്വേഷിച്ച് പോകുവാണ്. പ്ലീസ് മൂവ്. ഷികയെ കാണുന്നില്ലെന്നോ? വല്ലാത്തൊരു ഞെട്ടലായിരുന്നു അവളുടെ മുഖത്ത്. ഞങ്ങൾക്ക് പോകാനായി മാറി തന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് മുന്നോട്ടെടുത്തതും മീര പെട്ടെന്ന് ഞങ്ങളെ വിളിച്ചു. എന്താ? ആഷിഖിന്റെ വീട്ടിൽ അന്വേഷിച്ചോ? അവൾ ഇതെന്തൊക്കെയാ പറയുന്നതെന്ന് മനസ്സിലാകാതെ ഞങ്ങൾ പരസ്പരം നോക്കി. അവൻ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. കുടിച്ചു ബോധമില്ലാതെ അവന്റെ വികാരങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടി. ആ കൂട്ടത്തിൽ അറിയാതെ അവന്റെ വായിൽ നിന്ന് വീണിരുന്നു. ഷിക കാരണമാണ് അവനും കിരണും നാണം കെട്ടതെന്ന്. അതുകൊണ്ട് എനിക്കൊരു സംശയം, ഇനി അവൻ... മീന പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ശരവേഗത്തിൽ ഞാൻ ആഷിഖിന്റെ വീട് ലക്ഷ്യമാക്കി ബൈക്ക് വായിച്ചു. ഊഹം തെറ്റിയില്ല. എല്ലാവരുടെയും വണ്ടി അവിടെ ഉണ്ടായിരുന്നു. സമയം പാഴാക്കാതെ ഞങ്ങൾ ആ വീടിനുള്ളിലേക്ക് കയറി. അകത്താരുമില്ലായിരുന്നു. അപ്പോഴാണ് മുകളിലത്തെ നിലയിൽ നിന്നും എന്തോ വീണുടയുന്ന ശബ്ദം കേട്ടത്. പടികെട്ട് ഓടിക്കയറി മുകളിൽ ചെന്നപ്പോൾ ആഷിഖും അവന്റെ ഗ്യാങ്ങും രണ്ടുപേരും കൂടി ഇരുന്ന് മദ്യപിക്കുന്നു. സകല നിയന്ത്രണവും നഷ്ടപ്പെട്ട് നന്ദു അവന്റെ അടുത്തേക്ക് പാഞ്ഞു. അവന്റെ കോളറിനെ പിടിച്ചു പൊക്കിക്കൊണ്ട് ആദ്യത്തെ പ്രഹരം അവന്റെ അടിനാവിക്ക് കൊടുത്തു. അതോടെ അവൻ നിലത്തേക്ക് വീണുപോയി. ബാക്കി രണ്ടവന്മാർക്കും ഞാനും സൽക്കാരം കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. താഴെ വീണ ആഷിഖിനെ പൊക്കിയെടുത്തുകൊണ്ട് അവന്റെ ഇരു കവിളിലും മാറി മാറി അടിച്ചു നന്ദു ചോദിച്ചു. പറയട പന്ന മോനെ, എന്റെ ഷിക എവിടെ? എനിക്കറിയില്ല. കള്ളം പറയുന്നടോ ചെറ്റേ. ദേഷ്യത്തോടെ നന്ദു അവനോടായി പറഞ്ഞു. കൈമുട്ട് മടക്കി അവന്റെ നെഞ്ചും കൂട് തകർത്തപ്പോഴാണ് അകത്തെ മുറിയിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ ഞങ്ങൾ കേട്ടത്. ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ടത് ഷികയെ ബലമായി പിടിച്ചിരിക്കുന്ന കിരണിനെയാണ്. അവളുടെ വസ്ത്രങ്ങൾ പലയിടത്തും കീറിയിട്ടുണ്ട്. കവിളിൽ ശക്തമായി അടിച്ചതിന്റെ പാടുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ കിരൺ പിറകിലേക്ക് തെറിച്ചു വീണിരുന്നു. നോക്കുമ്പോൾ അടിമുടി നിന്ന് വിറയ്ക്കുകയായിരുന്നു നന്ദു. കിരണിനെ അവൻ ഇഞ്ചപരുവമാക്കി. ഷിക എന്നെ കെട്ടിപ്പിടിച്ചു നിന്ന് കരയുന്നത് കൊണ്ട് എനിക്ക് അവനിട്ട് രണ്ട് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഒരു 3-4 മാസത്തേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത പരുവത്തിൽ നന്ദു അവനെ ആക്കിയിട്ടുണ്ട്. അവിടുന്ന് ഇറങ്ങി നേരെ ഷികയുടെ ഹോസ്റ്റലിൽ ചെന്നു. അതുവരെയും ഞങ്ങൾ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. അവൾ ആകെ പേടിച്ചിരിക്കുവാണ്. അവളൊന്ന് ഓക്കെ ആവാൻ വേണ്ടി ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോവുകയാണെന്ന് കരുതി. അതുകൊണ്ട് ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞു. അവൾ ഹോസ്റ്റലിലേക്ക് കയറിയതും നന്ദു എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. നമ്മൾ അന്നേരം അവിടെ എത്തില്ലായിരുന്നെങ്കിൽ അവന്മാരെന്റെ പെണ്ണിനെ... ഹേയ് നന്ദു, എന്താടാ? അവൾക്കൊന്നും പറ്റിയില്ലല്ലോ. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. എടാ, എന്നാലും ഇപ്പോഴും അതോർക്കുമ്പോൾ അവന്മാരെ കൊല്ലാനാ തോന്നുന്നത്. നമ്മൾ ആരെയും കൊല്ലാനും ചാകാനും പോകേണ്ട. കൊടുക്കാനുള്ളതെല്ലാം നീ കൊടുത്തു. ഇനി വിട്ടേക്ക്. ജിത്തു, മേരെ ഒന്ന് വിളിച്ചു പറയടാ. ഒരു കണക്കിന് അവളല്ലേ നമ്മളെ സഹായിച്ചത്. നന്ദു ജിത്തുവിനോടായി പറഞ്ഞു. നന്ദു പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ഓർക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ അവളുടെ നമ്പറില്ല. അതുകൊണ്ട് സച്ചിയെ വിളിച്ച് നമ്പർ സംഘടിപ്പിച്ചു. അവനോട് കാര്യമൊന്നും പറയാൻ നിന്നില്ല. മീരയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായി ഞാൻ. അഹങ്കാരി എന്ന ഞങ്ങളുടെ സങ്കല്പത്തിൽ നിന്നും വഞ്ചിക്കപ്പെട്ട ഒരു പെൺകുട്ടിയിലേക്ക് മാറുകയായിരുന്നു മീര. ആഷിഖിന്റെ ഭീഷണിക്ക് മുൻപിൽ ഇഷ്ടം പറയേണ്ടി വന്ന ഒരു പാവം പെണ്ണ്. പിന്നീട് മനസ്സറിഞ്ഞ് അവനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇടയ്ക്കെപ്പോഴോ അവനോടുള്ള പ്രേമം അവളിലെ പരിശുദ്ധി ഇല്ലാതാക്കി. വിവാഹം കഴിക്കുമെന്ന് അവന്റെ വാക്ക് അവളെ ആശ്വസിപ്പിച്ചു. പിന്നീടാണ് മറ്റു പല പെൺകുട്ടികളുമായി അവന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കുന്ന കാര്യം അവൾ അറിഞ്ഞത്. അത് ചോദിച്ചപ്പോൾ പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതും അവളെ മാത്രമായിരിക്കുമെന്നും മറ്റെല്ലാം ഒരു നേരം പോക്കായി കണക്കാക്കിയാൽ മതിയെന്നും ലാഘവത്തോടെ അവൻ പറഞ്ഞു. അവൾക്ക് ധൈര്യം കൊടുക്കാനും പിന്തുണയ്ക്കാനും ആരുമില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ചെറ്റത്തരവും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വന്നു. അതോടെ എനിക്ക് മനസ്സിലായി, എല്ലാ പെൺകുട്ടികളും ഒരുപോലെയല്ല. പ്രതികരിക്കാൻ അറിയാത്തവരും നമുക്കിടയിലുണ്ട്.
ഒരുപക്ഷെ മീര കുറച്ച് സ്ട്രോങ് ആയിട്ട് എതിർത്തിരുന്നുവെങ്കിൽ ആഷിക്ക് നേരെയായേനെ, അല്ലെങ്കിൽ അവൻ അവളെ വേണ്ടെന്ന് വെച്ചേനെ. പക്ഷേ കളങ്കപ്പെട്ടു എന്ന് തോന്നൽ അവളെ അവനോട് ചേർത്ത് നിർത്തി. ബീച്ചിൽ വന്നിട്ടും ഷിക സൈലന്റ് ആയിരുന്നു. അവളുടെ മൗനം ഏറ്റവും അധികം ബാധിച്ചത് നന്ദുവിനെയാണ്. ഇഷ്ടം പറഞ്ഞ് അവളെ സന്തോഷിപ്പിക്കാൻ വന്നതാ, ഇനിയും വൈകിപ്പിക്കണ്ട. ഷിക, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ വരാൻ കുറച്ചുകൂടി താമസിച്ചിരുന്നെങ്കിൽ അവൻ എന്നെ കീഴ്പ്പെടുത്തുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ ജീവനോടെ കാണില്ലായിരുന്നു. ഓ, അപ്പോൾ അതായിരുന്നു നിന്റെ പ്ലാൻ അല്ലേ? നന്ദു അവൾക്ക് നേരെ തിരിഞ്ഞോണ്ട് അവളോടായി ചോദിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അവന്മാർ പിച്ചച്ചീന്തി ഈ ശരീരമായിട്ട് അനന്തുവിന്റെ ജീവിതത്തിലേക്ക് വരണമായിരുന്നു. വരണം, കാരണം ഞാൻ സ്നേഹിച്ചത് നിന്നെയാ, അല്ലാതെ നിന്റെ ശരീരത്തെയല്ല. അവൻ പോലും അറിയാതെ അവന്റെ ഇഷ്ടം പുറത്തു വന്നു. എന്താ പറഞ്ഞേ? ഒന്നുമില്ല ശിവേട്ട. ഏട്ടൻ കേട്ടു അനന്ത് എന്താ പറഞ്ഞെന്ന്? അവൻ നിന്നോടല്ലേ പറഞ്ഞത്? അത് ഞാനെങ്ങനെ കേൾക്കാനാ? എല്ലാവരും കൂടി എന്നെ കളിപ്പിക്കുവാണോ അല്ലേ? പെണ്ണ് മുഖം വീർപ്പിച്ചിരുന്നു. അവിടെ നടന്ന അടിയും നീയും കണ്ടതല്ലേ? ഇവനെ ഇത്രയും കലിപ്പോടെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൽ നിനക്ക് എന്ത് മനസ്സിലായി? എന്തെന്നറിയാൻ അവൾ എൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. അവളുടെ ഓരോ ഭാവങ്ങളും നോക്കി നന്ദുവും ഇരുന്നു. സ്വന്തം പെണ്ണിനെ വേറൊരുത്തൻ തൊട്ട ആരെങ്കിലും സഹിക്കുമോ? എന്ന് വെച്ചാ കുന്തം. ബാക്കി നീ തന്നെ ഈ പൊട്ടിക്ക് പറഞ്ഞു കൊടുക്ക് നന്ദു. എന്തൊക്കെയോ മനസ്സിലായതുപോലെ അവൾ നന്ദുവിനെ നോക്കി. ഒരു കള്ളച്ചിരിയോടെ അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. അവിടെ തുടങ്ങുകയായിരുന്നു നന്ദുവിന്റെയും ഷികയുടെയും പ്രണയം. ആരും അറിയാതെ, ആരോടും പറയാതെ അവർ മത്സരിച്ച് സ്നേഹിച്ചു. ക്ലാസ് തുടങ്ങി കുറച്ചായപ്പോഴാണ് സച്ചി പോലും എല്ലാം അറിയുന്നത്. അതും അവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി അവനായിട്ട് കണ്ടുപിടിച്ചത്. ഓരോ ദിവസവും അവന് ഗിഫ്റ്റ് കൊടുക്കാൻ അവൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തി. അതെല്ലാം സൂക്ഷിച്ചു വെക്കാനുള്ള ജോലി എന്റെയും. കാരണം അവനൊരു ജോലി ആയതിനു ശേഷം മാത്രമേ ഈ ബന്ധത്തെക്കുറിച്ച് അമ്മ അറിയാൻ പാടുള്ളൂ എന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. ഇതിനിടയിൽ ശ്രേയയുടെ കല്യാണം ഉറപ്പിച്ചു. സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന സിദ്ധാർത്ഥായിരുന്നു വരൻ. ആ കല്യാണം കൂടാൻ ഷികയ്ക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ നന്ദുവിന്റെ അമ്മയെ ആദ്യമായി കാണാൻ പോകുന്നതിന്റെ ആണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് എന്ന നിലയിൽ അവളെ ഞങ്ങൾ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കുസൃതി മാറാത്ത അവളുടെ സംസാരം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് അറിഞ്ഞതോടെ നന്ദുവിന് ആശ്വാസമായി. അങ്ങനെ സന്തോഷകരമായ നിമിഷങ്ങൾ ആസ്വദിക്കുന്നതിനിടയിൽ കോളേജ് ജീവിതത്തിനോട് ഞങ്ങൾക്ക് ബായ് പറയേണ്ട സമയമെടുത്തു. അതിലും കൂടുതൽ ഞങ്ങൾ വിഷമിച്ചത് ഇനിയുള്ള ഒരു വർഷം ഷിക ആ കോളേജിൽ ഒറ്റക്കായി പോകുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. റിസൾട്ട് വന്നപ്പോൾ നന്ദു കോളേജ് ടോപ്പർ. അമ്മയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അത് ആഘോഷിക്കാനായി ഞാനും സച്ചിയും ഷികയും അവന്റെ വീട്ടിലെത്തി. അമ്മ അടുക്കളയിലേക്ക് പോയ തക്കത്തിന് ഷികയുടെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവൾ അവനെ റൂമിലേക്ക് കൊണ്ടുപോയി. കുറെ കഴിഞ്ഞ് അവൾ ഇറങ്ങി അമ്മയുടെ അടുത്തേക്ക് പോയി. മൊത്തത്തിലൊരു പന്തികേട് തോന്നിയപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് കയറി. അവൻ കിളി പറന്ന് കട്ടിലിൽ ഇരിപ്പുണ്ട്. ഡാ, എന്തായിരുന്നു അവളുടെ ഗിഫ്റ്റ്? ഉമ്മ. ഞാൻ ഞെട്ടി നന്ദുവിനെ അടുത്തിരുന്നു. നെറ്റിയിലായിരിക്കും, പുച്ഛിച്ചുകൊണ്ട് സച്ചി ചോദിച്ചു. അല്ല, ചുണ്ടിൽ. ഇപ്പൊ ഞെട്ടിയത് സച്ചിയാണ്. അല്ലെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾക്ക് അവൾ തന്നെ മുൻകൈ എടുക്കണം. പിന്നെ അതും പറഞ്ഞ് അവനെ കുറെ കളിയാക്കി.